ലക്ഷ്യയിൽ വരുമ്പോൾ ശരിക്കും ഹോണസ്റ്റ്ലി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു ഗ്ലോബൽ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. എല്ലാവരും പറയുന്നത് നല്ല ടഫുള്ള കോഴ്സാണ്. അവിടെ നല്ല പേടിയുണ്ടായിരുന്നു. ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് ACCA ഒക്കെ ആവറേജ് ആയിട്ട് പറയുന്നത് 3 വർഷമാണ്. അത് ഇത്രയും ഓൾമോസ്റ്റ് ഹാഫ് ഡ്യൂറേഷനിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. എനിക്കൊക്കെ പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് വരാറുണ്ട്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്, എവിടെയാണ് പഠിച്ചത്, ട്യൂട്ടേഴ്സ് ആരൊക്കെ ആയിരുന്നു. ഞാൻ +1 +2 കോമേഴ്സ് ചെയ്താന്ന് വന്നത്. ശരിക്കും എൻ്റെ ഫാമിലിയൊക്കെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്കും കോമേഴ്സിലേക്ക് വന്നത്. പിന്നെ കോമേഴ്സിൽ +1 +2 ചെയ്യുമ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് CA കുറിച്ചൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ലക്ഷ്യയുടെ വെബിനാർ അറ്റൻഡ് ചെയ്തു. ലക്ഷ്യയുടെ വെബിനാറിൽ CAയും ACCA തമ്മിലുള്ള വ്യത്യാസങ്ങളും എല്ലാം അറിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഫ്ലെക്സിബിളായി ജോയിൻ ചെയ്യാൻ പറ്റിയ ഇത് ACCA ആണ്. പിന്നെ ഓൾമോസ്റ്റ് 180 കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ CA എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും മാത്രമേ നല്ല വാല്യൂ ഉള്ളതുള്ളൂ. അതുകൊണ്ട് പിന്നെ ഗ്ലോബൽ കരിയറിന് ഏറ്റവും നല്ലത് ACCA ആയി തോന്നി. അതുകൊണ്ട് പിന്നെ ACCAക്ക് വന്നു. ACCയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് അന്വേഷിച്ചത് എൻ്റെ ഇന്ത്യയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആണ്. പിന്നെ എനിക്കറിയുന്ന കുറച്ച് പേരോട് ചോദിച്ചു ഇത് ചെയ്ത്. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ആർക്കും അറിയുന്നില്ല ACCA എന്ന് പറഞ്ഞാൽ. ഞാൻ തന്നെ ഇപ്പോൾ പറയാറ് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നാണ്. കാരണം ആർക്കും അങ്ങനെ അറിയാൻ പറ്റുന്നില്ല ACCA എന്ന് പറഞ്ഞാൽ. പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. MNCസിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. പിന്നെ അത് അന്വേഷിച്ച് പിന്നെ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു മിഡിൽ ഈസ്റ്റിലൊക്കെ. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ACCA സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിരുന്നു. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഏറ്റവും ഈ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ആയിട്ട് തോന്നിയത് ലക്ഷ്യ തന്നെയാണ്. പിന്നെ കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളതായിട്ട് തോന്നിയതും ലക്ഷ്യ തന്നെയാണ്. അതുകൊണ്ടാണ് ലക്ഷ്യ ചൂസ് ചെയ്തത്. CA ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ലക്ഷ്യയുടെ വെബിനാർ കണ്ടത്. പിന്നെ CA ഒത്തിരി വർഷം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ACCA ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. നമ്മളെ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ACCയിലേക്ക് വന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യനെ കോൺടാക്ട് ചെയ്യുമായിരുന്നു ആരെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി. പിന്നെ എത്ര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത എത്ര ആൾക്കാരുണ്ട്, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി അവർ കറക്റ്റ് ഡീറ്റെയിൽസ് തരുമായിരുന്നു. ആരുടെയൊക്കെ ഡീറ്റെയിൽസ് തരുമായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതൊക്കെ മെസ്സേജ് അയച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്യ, ഫാക്കൽറ്റീസ് എങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നല്ല ഒപ്പീനിയനാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ വേറെ ഡോമിനേറ്റ് ആയി തോന്നിയത് ലക്ഷ്യ തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്യയിൽ തന്നെ ജോയിൻ ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ACCA 2 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഈ പ്ലാൻ അവരോട് പറഞ്ഞിട്ടാകുമ്പോൾ അവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു, മെൻറ്റർ ചെയ്തു. പിന്നെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് 1 year and 9 months കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ചില ടൈമിലെല്ലാം ഡൗൺ ആകും. കാരണം എക്സാം ടൈമിലാകുമ്പോൾ നല്ല കോസ്റ്റ് വരുന്നു. 2 പേപ്പറിനൊക്കെ ആകുമ്പോൾ P levels ഒക്കെ ആകുമ്പോൾ നല്ല കോസ്റ്റ് വരുന്നു. പക്ഷേ അവർ നല്ല സപ്പോർട്ട് ചെയ്തു. എക്സാമിന് ആ സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു തന്ന ഇതൊക്കെ ഐഡിയാസൊക്കെ യൂസ് ചെയ്താണ് എക്സാം എഴുതിയത്. അപ്പോൾ സ്ട്രെസ്ഫുൾ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ACCയുടെ ഒഫീഷ്യൽ ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞെങ്കിൽ 700 pages ഒക്കെ ലോങ് ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ട്യൂട്ടേഴ്സ് തരുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞെങ്കിൽ ഓൾമോസ്റ്റ് 100-200 pages ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും സമ്മറൈസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടാണ് തരുന്നത്. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും. കുറേ ഇരിക്കേണ്ട ആവശ്യമില്ല, അനാവശ്യമായ പഠിക്കണമൊന്നും ആവശ്യമില്ല. 700 pages നല്ല ടൈം എടുക്കുമല്ലോ. സമ്മറൈസ് ചെയ്ത് തന്നുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റിയിരുന്നു. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ ഫാക്കൽറ്റീസും പിന്നെ ലക്ഷ്യയിലെ ഫെസിലിറ്റീസാണ്. ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഏത് ടൈം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. നമുക്ക് ഏത് ടൈം അപ്രോച്ച് ചെയ്യുക, കോൾ ചെയ്യുക, എന്ത് ഹെൽപ്പിന് വേണമെങ്കിൽ വരും. ഒന്നിച്ച് കളിക്കാനൊക്കെ പോകാറുണ്ട്. എല്ലാത്തിലും നല്ല ഹെൽപ്ഫുള്ളാണ്. ഫെസിലിറ്റീസ് എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാലും ഞാൻ ലക്ഷ്യയിലിരുന്ന് തന്നെയാണ് പഠിക്കാറ്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ലക്ഷ്യ സ്റ്റുഡൻസിന് വേണ്ടി ഓപ്പൺ ആയിരിക്കും. വിത്ത് ഓൾ ഫെസിലിറ്റീസ് ലൈക്ക് AC ഉണ്ടാവും, വൈഫൈ ഫെസിലിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പഠിക്കാൻ വേണ്ടിയൊക്കെ നല്ല കംഫർട്ടബിളായി എൻവയോൺമെൻറ്റ് പഠിക്കാൻ വേണ്ടി. ഞാൻ ശരിക്കും ജോയിൻ ചെയ്തപ്പോൾ ഒന്നും ACCക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് കരുതിയില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ 1 year 9 months കംപ്ലീറ്റ് ചെയ്തപ്പോൾ ട്യൂട്ടേഴ്സൊക്കെ സ്റ്റോറി ഇട്ടപ്പോൾ ഞാനറിയാത്ത കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ ശരിക്കും ACCൻ്റെ വില മനസ്സിലാക്കിയത്.